സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. മുസ്ലിം വിശ്വാസികൾ റമളാൻ മാസത്തിലെ 27-ാം രാവും റമദാനിലെ അവസാന വെള്ളിയാഴ്ചയും ഒരുമിച്ച് ആചരിക്കും. മുസ്ലിം വിശ്വാസികൾ റമളാൻ മാസത്തിലെ 27-ാം രാവും റമദാനിലെ അവസാന വെള്ളിയാഴ്ചയും ഒരുമിച്ച് ആചരിക്കും. വിശ്വാസികൾ ഈ പുണ്യരാവിനെ സമ്പൂർണമായി ഭക്തിസാന്ദ്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദീർഘനിസ്കാരമായ തറാവീഹിന് ശേഷം പുലരും വരെ പള്ളിയിൽ ആരാധനകളിൽ മുഴുകി ചെലവഴിക്കും. മുള്ളൂർക്കര ടൗൺ ജുമാ മസ്ജിദിൽ ഉച്ചയ്ക്ക് നടന്ന ലുഹർ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ നിസ്കരിക്കാനായി എത്തി. പ്രാർത്ഥനയ്ക്ക് ഖത്തീബ് അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. വൈകിട്ട് നടക്കുന്ന നോമ്പ് തുറയ്ക്ക് നിരവധി വിശ്വാസികളെത്തും. ഒപ്പം തന്നെ ആളുകൾ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളും പള്ളിയിലേക്ക് കൊണ്ടുവരും. തുടർന്ന് കൂട്ടപ്രാർത്ഥനയും നടക്കും. സമ്പത്തിന്റെ 2.5% സക്കാത്ത് നൽകി മറ്റു ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് ജീവിത വിശുദ്ധിയും സ്ഫുടം ചെയ്ത മനസ്സുമായി ഭാവി ജീവിതത്തിന് മനസ്സിനെ സജ്ജരാക്കും. ശവ്വാൽ അമ്പിളി 29-ന് ദർശിച്ചാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ചയുമില്ലെങ്കിൽ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാൾ സുദിനത്തിൽ ഫിത്ർ സക്കാത്ത് നൽകി അന്നേ ദിവസം ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. മർദ്ദിത പീഡിത വിഭാഗങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മുള്ളൂർക്കര ജുമാഅത്ത് പള്ളിയിൽ വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, സെക്രട്ടറി KM ഉമർ മാസ്റ്റർ, ഖജാൻജി CM ഷംസുദ്ദീൻ എന്നിവർ അറിയിച്ചു. വിശുദ്ധ റമദാൻ ആരംഭിച്ചിടം മുതൽ വിശ്വാസി സമൂഹം ഒരു പ്രത്യേക താൽപര്യത്തോടുകൂടി ആത്മീയ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അവസാനത്തെ 10 കഴിഞ്ഞ് റമദാൻ അവസാനിക്കുമ്പോൾ ഇന്ന് 27-ാം രാവാണ്. ലൈലത്തുൽ ഖദർ എന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു രാവ്. അത് റമദാനിലെ അവസാനത്തെ 10 ഒറ്റ വരുന്ന രാത്രികളിലാണ്. 27 കൂടുതൽ ആണ് എന്ന് പ്രബലമായ അഭിപ്രായങ്ങളുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് 27-ന് വിശ്വാസികൾ പള്ളികളിൽ ഭജനമിരിക്കുകയും അഥവാ ഇർത്തികാഫിരിക്കുകയും ഒപ്പം തന്നെ ആരാധനകളിൽ മുഴുകുകയും ചെയ്യും. ഇന്ന് രാത്രി അവർ ജീവനാക്കുകയാണ്. അറബിയിൽ ഹയാത്ത് ആക്കുക എന്ന് പറയും. അപ്രകാരം തന്നെ മക്കബറുകളിൽ പോയി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേക ദുആ നടത്തും. ധാരാളം സദഖകളും സക്കാത്തുകളും നിർവഹിക്കും. ഇതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശവ്വാലിൻ്റെ അമ്പിളി മാനത്ത് കണ്ടാൽ പിന്നെ പെരുന്നാളാണ്. ഈ റമദാനിലും വിശുദ്ധ പെരുന്നാളിലുമൊക്കെ ആത്മീയ ചൈതന്യത്തോടൊപ്പം മർദ്ദിത പീഡിത ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതായി കാണാം. ഇതുവരെ മൊത്തം സമ്പത്തിൻ്റെ 2% സക്കാത്ത് കൊടുത്ത ആ വിശ്വാസി സ്ഫുടമായ മനസ്സോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുകയും പെരുന്നാളിൻ്റെ അന്ന് ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണ്. ആ ഫിത്ർ സക്കാത്തിൻ്റെ ഉദ്ദേശം അന്നേ ദിവസം ആരും പട്ടിണി കിടക്കാൻ പാടില്ല. മർദ്ദിത പീഡിത ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഇസ്ലാം ഇന്ന് നോക്കിക്കാണുമ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യപ്രീതി നടത്തുകയാണ്. ഏതായാലും എല്ലാ മർദ്ദിത പീഡിത ജനകോടികളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ജനവിഭാഗം
മുസ്ലിം സമൂഹം റമദാൻ പരിസമാപ്തി കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.